ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. നടൻ സിദ്ദീഖിനെതിരായ പരാതിയിൽ യുവനടിയുടെ രഹസ്യമൊഴി നാളെ രേഖപ്പെടുത്തും എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. മാനസ മനോജ് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. മാനസ, രഹസ്യമൊഴി ആവശ്യമെങ്കിൽ രേഖപ്പെടുത്തുമെന്ന് ഉള്ള വിവരങ്ങൾ ഇന്ന് തന്നെ പുറത്തു വന്നതാണ്. ഇപ്പോൾ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. എങ്ങനെയാണ് ക്രമീകരണം, നടപടിക്രമങ്ങൾ? തീർച്ചയായും സിദ്ദീഖിനെതിരായ പരാതിയിന്മേലാണ് നാളെ യുവനടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക. തിരുവനന്തപുരം സിവിൽ വനിതാ മജിസ്ട്രേറ്റാണ് മൊഴി രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ നടിയുടെ മൊഴിയിൽ സിദ്ദീഖിനെതിരെ ഗുരുതര പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ക്രൂരമായ ബലാത്സംഗ വിവരങ്ങളും അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തിയാണ് പരാതി ഉണ്ടായിരുന്നത്. ഇമെയിൽ വഴി അയച്ച പരാതിയിലായിരുന്നു ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിരുന്നത്. ഏതായാലും നടിയുടെ വൈദ്യ പരിശോധന നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തിയാണ് ഭീഷണിപ്പെടുത്തിയതെന്നും പീഡനത്തിന് ശ്രമിച്ചതെന്നുമാണ് യുവ നടി പരാതി നൽകിയത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിലെ വിവരങ്ങൾ, രേഖകൾ ഹാജരാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സംഭവം നടന്ന ദിവസത്തെ രേഖകൾ ഹാജരാക്കാനാണ് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രേഖകൾ ഹാജരാക്കുകയും വേണം. ഒപ്പം തന്നെ നാളെ യുവ നടിയുടെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തും. മാനസ, ഈ മജിസ്ട്രേറ്റിന്റെ മുൻപിൽ മൊഴി രേഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ അന്വേഷണ സംഘം ഈ പരാതിക്കാരിൽ നിന്നും പ്രാഥമികമായി ചില വിവരങ്ങൾ തേടിയിരുന്നു. അപ്പോൾ ഇവർ കൈമാറിയ വിവരങ്ങൾ ഒരു കേസിലേക്കോ അല്ലെങ്കിൽ ആ നിലയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പര്യാപ്തമാണ് എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു എന്നുകൂടി ഉണ്ടോ അതിനർത്ഥം? തീർച്ചയായും അസിത, ഈ നടി നൽകിയ യുവനടി ഇമെയിൽ വഴിയായിരുന്നു പരാതി നൽകിയത് DGPക്ക്. ഉടൻ തന്നെ പരാതിയിന്മേൽ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കേസ് വരുന്നത്. സംഭവം മസ്കറ്റ് ഹോട്ടലിൽ നടന്നതിനാൽ തന്നെ തിരുവനന്തപുരം മ്യൂസിയം പോലീസിന് കീഴിലാണ് സംഭവം. അതുകൊണ്ട് തന്നെ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഉടൻ തന്നെ പ്രാഥമിക കാര്യങ്ങളൊക്കെയും തന്നെ നടപടിക്രമങ്ങളൊക്കെയും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. മാത്രമല്ല, ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനും ഇത്തരത്തിൽ പരാതിയും മൊഴിയും നൽകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ ഇത്തരം ഒരു നിർദ്ദേശവുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. ഉടൻ തന്നെ ഈ അന്വേഷണ സംഘം വേണ്ട നടപടിക്രമങ്ങളൊക്കെയും ഈ സിനിമാ മേഖലയിൽ നടന്മാർക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളും പരാതികളും അതിൽ ഉടൻ തന്നെ നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരികയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഇത് അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടം എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഏതായാലും നാളെ നടി യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ്. തുടർ നടപടികളും സ്വീകരിക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവം നടന്ന ദിവസത്തെ രേഖകൾ ഹാജരാക്കാൻ മസ്കറ്റ് ഹോട്ടലിനോടും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും രേഖകളുടെ അതോടൊപ്പം തന്നെ യുവ നടി നൽകിയ പരാതിയും അന്വേഷിച്ചായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക.